ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണം പടച്ചവനെ. ദജ്ജാലിന്റെ ഫിത്നയിൽ അകപ്പെട്ടു പോവരുത്. കാരണം ഈമാൻ അല്പമെങ്കിലും ചാഞ്ചാട്ടമുള്ളവർ അവന്റെ കുഴപ്പത്തിൽ പെട്ടുപോകും. അതിൽ പെട്ടുപോവാതെ എന്നെ നീ കാത്തുകൊള്ളണം. ഒമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബൈന ഖലഖ ആദമ മിലാ ഖിയാമിസ് സാഅ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച അന്ന് മുതൽ ലോകാവസാനം വരെ മാനവരാശി നേരിടുന്ന കുഴപ്പങ്ങളിൽ ഏറ്റവും വലിയ കുഴപ്പം മിനദ്ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയാകുന്നു. ദജ്ജാലിന്റെ ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. ദജ്ജാലിന്റെ സംസ്കാരമാണ് പേടിക്കേണ്ട സംസ്കാരം. അത് ജൂതന്റെ സംസ്കാരമാണ്, ജൂതന്റെ സംസ്കാരം. ദജ്ജാലിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ജൂതന്റെ സംസ്കാരമാണ്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, നാളെ മുഅ്മിനീങ്ങളുമായി യുദ്ധം ചെയ്യാൻ ജൂതന്മാര് വരും. 70,000 ജൂതന്മാരുമായി മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരും. ഈ 70,000 ജൂതന്മാരുടെ നേതാവ് ദജ്ജാലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉണ്ടോ? ദജ്ജാലിന്റെ ദജ്ജാല് മുഅ്മിനീങ്ങൾക്കെതിരായി യുദ്ധം ചെയ്യാൻ 70,000 മുശ്രിക്കുകളുമായി ജൂതന്മാരുമായിട്ടാണ് വരുന്നത്. ജൂതന്മാരുടെ നേതാവാണ് ദജ്ജാല്. ഇന്ന് അവന്റെ സംസ്കാരം നമ്മൾ നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ ദജ്ജാലിയൻ സംസ്കാരം നമ്മുടെ സംസ്കാരത്തോട് ചേർത്ത് പിടിക്കുന്നു അതിന്റെ അർത്ഥം. ലതത്തബിഅന്ന സുനന മൻ ഖബ്ലകും ശിബറൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാഇൻ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ദൂതര് പറയുകയാണ്, ലതത്തബിഅന്ന സുനന മൻ ഖബ്ലകും, നിങ്ങളുടെ പൂർവികരായ ജൂതനസാറാക്കളുടെ സംസ്കാരത്തിന് പിന്നാലെ നിങ്ങൾ പോകും. ലതത്തബിഅന്ന സുനന മൻ ഖബ്ലകും ശിബറൻ ബിശിബിരിൻ, ചാണിന് ചാണായി, വദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായിട്ട്. ലൗ ദഖലൂ ഹുജ്റ റബ്ബിൻ ലതബിഅതുമൂഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. എന്നിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട ദൂതര് പറഞ്ഞു, ജൂതനസാറാക്കളുടെ സംസ്കാരം ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി. നിങ്ങളവന്റെ പിന്നാലെ പോകും. എന്നിട്ടോ അവരെങ്ങാനും പോയി അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ലൗ ദഖലൂ ഹുജ്റ റബ്ബിൻ, ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവർ കയറിയാലും ലതബിഅതുമൂഹും, അപ്പോഴും നിങ്ങൾ അവരെ പിൻപറ്റിയ ആ മാളത്തിലേക്ക് കയറുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, അവന്റെ സംസ്കാരത്തിന് പിന്നാലെ പോയി അവന്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറിയപ്പോ അതും സംസ്കാരമാണെന്ന് കരുതി നിങ്ങൾ പോകും. അവന്റെ പാൻ്റ് ഒന്ന് കീറിയപ്പോ അവിടെ വേറൊരു പീസ് വെച്ച് തയ്ച്ചു. കൊള്ളാം, ഇതും നല്ലൊരു ഫാഷൻ, നമ്മളും തയ്ക്കും, അല്ലേ? അവന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ തല കരിക്ക് പോലെ വെട്ടി. കരിക്ക് പോലെ ഇവിടെ ഒന്നും മുടിയില്ലാതെ ഇവിടെ മാത്രം ഇങ്ങനെ വെച്ച് അള്ളാന്റെ റസൂല് ശപിച്ചതാ. നിന്നെ അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് റസൂല് ശപിച്ചതാണ്, കരിക്ക് പോലെ മുടി വെട്ടണത്. അന്ന് റസൂൽ ഇത് പറയുന്ന സമയത്തൊന്നും ഒരു ചെറുപ്പക്കാരനും അങ്ങനെ വെട്ടിയിട്ടില്ല. തങ്ങൾ ഇത് കണ്ടിട്ടുമില്ല. തങ്ങൾക്കറിയാം, നബുവത്തിന്റെ ദീർഘവീക്ഷണം കൊണ്ട് കണ്ട മുത്തുനബി പറഞ്ഞു, ഒരു കാലഘട്ടം വരും അന്ന് മുടി വെട്ടുന്നത് ഇങ്ങനെയായിരിക്കും. പെണ്ണുങ്ങളുടെ മുടിയോ അക്കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങളുടെ മുടി എങ്ങനെയാ? ഒട്ടകത്തിന്റെ മുതുകത്ത് കാണുന്ന മാംസം പോലെ തലയുടെ മുകൾ ഭാഗത്ത് ഉയർത്തി അവർ വെച്ച് കെട്ടിവെക്കും. പെണ്ണുങ്ങൾ അങ്ങനെയാണ്. എന്നിട്ട് മുടിയുടെ വലിപ്പം അറിയാൻ താൻ തലയിൽ ഇട്ടിരിക്കുന്ന തട്ടവും മുടിയും ചേർത്തൊരു കെട്ടുകെട്ടും. മുടിയുടെ വലിപ്പം അറിയാൻ 14 നൂറ്റാണ്ട് മുമ്പ് നബുവത്തിന്റെ ദൂതൻ പറഞ്ഞു, അന്ന് പെണ്ണുങ്ങളുടെ മുടി ഇങ്ങനെയാണ്, പുരുഷന്മാരുടെ മുടി കരിക്ക് വെട്ടുന്നത് പോലെയാണ്. അതെന്റെ ഭാഷയാണ് കേട്ടോ, കരിക്ക് വെട്ടുന്ന പോലെ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ താഴെ മുടിയില്ലാതെ മുകളിൽ മാത്രം വെക്കുന്ന മുടി. അള്ളാന്റെ റസൂൽ അത്തരക്കാരെ ശപിച്ചിട്ടുണ്ട്. ഹെയർ സ്റ്റൈലൊക്കെ ആവാം, പക്ഷെ അതിന് ചില മാർഗങ്ങളുണ്ട്. നബി തങ്ങൾ 3 സ്റ്റൈലിലാണ് മുടി വെട്ടിയത്. ഒന്ന് ചെവിയോടൊപ്പം,
ചെവിയോടൊപ്പം. ഇവിടെ നിന്ന് മുടി ഇങ്ങനെ വന്ന് എരിഞ്ഞ് ചെവിയുടെ ഒപ്പം മുടി വെട്ടി. 2 തോളിൽ ഇങ്ങനെ മുട്ടിക്കിടക്കുന്നു. ജുമ്മ, ലുമ്മ, വഫ്ര, ഇങ്ങനെ 3 തരത്തിലാ പ്രവാചകന്റെ ഹെയർ സ്റ്റൈൽ. ഒന്ന് ചെവിയോടൊപ്പം, 2 തോളിൽ ഇങ്ങനെ മുട്ടിക്കിടക്കും, ചുരുണ്ട് തോളിൽ മുട്ടിക്കിടക്കും. മൂന്നാമത്തേത് ചെവിച്ചോണയുടെയും തോളിന്റെയും ഇടയിൽ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ 3 തരത്തിലാണ് തങ്ങൾ മുടി വെട്ടിയത്. ആവാം, എന്ത് മനോഹരമായിരിക്കും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ മുടി വെട്ടിയ. റസൂലുള്ളാഹി തങ്ങൾ വെട്ടിയ മുടിയാണ്. തങ്ങളുടെ രീതി അങ്ങനെയാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും സമയത്ത് മാത്രമേ തങ്ങൾ മുടി പഠിച്ചിട്ടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നീട്ടി വളർത്തി. സുന്നത്തായ വളർത്തൽ അങ്ങനെയാണ്. ഇത് ഈ പാശ്ചാത്യത്തിന്റെ ജൂത നസാറാക്കളുടെ ചര്യ. അതാ ഞാൻ പറഞ്ഞ പാൻറ് ഒരു സ്ഥലത്ത് കീറിപ്പോയി അവിടെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതൊരു ഫാഷനായി മാറി. ഏതോ ഒരാൾ നീളം കൂടിയ പാൻറ് നിവൃത്തിയില്ലാതെ കറക്റ്റ് സൈസുള്ള പാൻറ് ഇടാൻ വന്നു. ആ പാൻറ് ഇട്ടുകൊണ്ട് നടന്നു പോയി. കാലൊക്കെ നടന്ന് ഒരഞ്ഞൊരഞ്ഞ് കാൽപാദത്തിന്റെ അടിയിലേക്ക് പാൻറ് കയറി. നീളം കൂടിയ പാൻറ്റം കണ്ടുകൊണ്ടായിരുന്നു. അയാൾ തീർത്ത് കയറ്റി വെച്ചു. നമ്മളത് ഫാഷനാക്കി നീളത്തിനും കൂടെ തയ്പ്പിക്കുകയാണ്. കാൽപാദം കഴിഞ്ഞ് വീണ്ടും 1 മീറ്റർ അല്ലെങ്കിൽ 1 മുഴം നീളത്തിനും കൂടെ തയ്പ്പിച്ച് അത് ചുരുട്ടി അത് കാലിന്റെ ഉപ്പൂട്ടിയുടെ അടിയിലേക്ക് കയറ്റി വെച്ച് നടത്തി അത് തേച്ചൊരച്ച് അവിടെ ഒന്ന് കീറിയാൽ അത് ഫാഷനാവുള്ളൂ. നടന്നേ ഉപ്പൂറ്റി നിലവായിട്ട് ഒരഞ്ഞൊരഞ്ഞ് അതങ്ങോട്ട് തേയുമ്പോൾ ഫാഷൻ. എവിടുന്ന് കിട്ടി നമുക്ക് ഈ സംസ്കാരം? അതായിരുന്നു നമ്മുടെ ഫാഷൻ. എന്ത് കിട്ടുന്നു അത് വലിച്ചു വാരി സ്വീകരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്രയെത്ര സത്യമാണല്ലോ. തത്തബിഅന്ന സുനന മൻ ഖബലകും, നിങ്ങളുടെ പൂർവികരുടെ അഥവാ ജൂത നസാറാക്കളുടെ ചര്യകൾ, സംസ്കാരം നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ശിബറം ബിശിബിരിൻ ദിറാഅം ബിദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ലൗ ദഖലൂ ഹുജറ റബ്ബിൻ ലതബിഅതുമൂഹും ഔ കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെ ജൂതന്റെ സംസ്കാരം അവൻ നടന്ന് അവന്റെ ഏതോ ആവശ്യത്തിന് വേണ്ടി ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറിയാലും ലതബിഅതുമൂഹും, നിങ്ങൾ അതും അനുകരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോകും. അങ്ങനെ ഒരു കാലം വരാനുണ്ടെന്ന്. ഈ ജൂതന്മാരുടെ നേതാവാണ് ആര്? ദജ്ജാല് വരുന്നത് യുവന്മാരുടെ നേതാവായിട്ടാ. അതല്ലേ അവനെ കൊല്ലാൻ വേണ്ടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് എവിടെയാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ ഹദീസിലുണ്ട്. ദിമഷ്കിലെ പ്രത്യേകമായ ഒരു പള്ളിയിലാണെന്നും വെള്ള മുനാരത്തിലാണെന്നും ആ മുനാരത്തിൽ ജിബ്രീൽ, മീകായിൽ അലൈഹിമസ്സലാം 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നതെന്നും ആ മുനാരത്തിൽ പടിഞ്ഞാറേ മുനാരത്തിലാണ് ഇറങ്ങുന്നതെന്നും അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്ന അദ്ദേഹത്തോട് അസ്ർ നമസ്കാരത്തിന്റെ സമയത്താണ് വരുന്നതെന്നും ഇമാമായി നിൽക്കാൻ പള്ളിയിലെ ഇമാം ആവശ്യപ്പെടുമെന്നും ഒക്കെ എത്ര കൃത്യമായിട്ട് ആ പ്രവചനങ്ങളുള്ളത്. ഇന്നും ആ മുനാരവും പള്ളിയും അവിടെയുണ്ട്, പണിയപ്പെട്ടിരിക്കുകയാണ്. മുനാരത്തിൽ ഇറങ്ങിയ ഈസാ നബിക്ക് ഇറങ്ങി വരാനുള്ള സ്റ്റെപ്പ് പോലും താഴത്തേക്ക് വെച്ചിരിക്കുകയാണ്. ബാബുൽ ലുദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ദജ്ജാലിനെ വധിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന വാർത്തയറിഞ്ഞ് ദജ്ജാൽ പരക്കം പായും. എവിടെയാ പോയി ഒളിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് അവൻ ഓടിയകലും. ഹദീസിലൂടെ കാണാം, ഈസാ നബിയുടെ ശ്വാസം പോലും ദജ്ജാലിന് അസഹനീയമാണ്. അസഹനീയമാണ്. അവൻ പരക്കം പായും. ഒടുവിൽ അവനെ ഓടിച്ചിട്ട് പിടിച്ച് ബാബുൽ ലുദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവനെ വധിക്കും. ഞങ്ങൾ ഈ ഹോളി ലാൻഡിന്റെ യാത്ര പോയപ്പം ഈ ബാബുൽ ലുദ്ദിന്റെ പരിസരത്ത് കൂടി പോയി. സത്യം പറഞ്ഞാൽ രോമങ്ങൾ എഴുന്നേറ്റ് പോയി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി എത്രയോ വർഷങ്ങൾക്ക് ശേഷം മസീഹുദ് ദജ്ജാലിനെ വധിക്കുന്ന സ്ഥലം ബാബുൽ ലുദ്. അവിടെ ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ടാണ്. ഒരുപക്ഷെ അന്നത്തെ ആ സാഹചര്യമൊക്കെ വെച്ച് അവൻ കയറി രക്ഷപ്പെടാനോ പോകാനോ ഒക്കെ സ്വീകരിക്കുന്ന മാർഗങ്ങളായിരിക്കാം. ഏതായാലും ഇന്ന് അവിടെ നിലവിൽ എയർപോർട്ടാണ്, ഒരു ചെറിയ എയർപോർട്ട്. അതിന്റെ പരിസരങ്ങളിലൂടെ നമുക്ക് പോവാം. അപ്പൊ ഗൈഡ് പ്രത്യേകം പറയും, അതാണ് ഹദീസിൽ പറഞ്ഞിരിക്കുന്ന ബാബുൽ ലുദ് എന്ന് പറയുന്ന ഭാഗം. അവിടെയാണ് ദജ്ജാലിനെ വധിക്കപ്പെടുന്നത്. എത്ര കൃത്യമായിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അടയാളപ്പെടുത്തിയാ തങ്ങൾ പറഞ്ഞു പോയേക്കുന്നത്. ഒക്കെ അടയാളപ്പെടുത്തി പോയേക്കുക. അതൊക്കെ ഇന്ന് പുലർന്നു കഴിഞ്ഞു. ഇനിയും പുലരാനുള്ളതേ ഉള്ളൂ. ഞാൻ നിർത്തുകയാണ്. അപ്പൊ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും പടച്ചവനെ നീ എന്നെ കാത്തുകൊള്ളണം. എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിന് ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പറയപ്പെടാതെ പോയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാരും പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിലാണ് ദജ്ജാൽ വരാൻ പോകുന്നത്. പക്ഷെ എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിന് നിർദ്ദേശങ്ങൾ കൊടുത്ത കൂട്ടത്തില് ദജ്ജാലിനെ കുറിച്ച് പറയാതെ പോയിട്ടില്ല. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ദുആ ചെയ്യണമെന്ന് പറയാതെ ഒരു നബിയും വിട്ടുപോയിട്ടില്ല.
അവന്റെ രീതി, അവന്റെ സ്വഭാവം, അവന്റെ കോലം ഒക്കെ ഹദീസിലൂടെയുണ്ട്. പൈശാചികമായ രൂപമാണത്ര അവന്റെ രൂപം, അവന്റെ സ്വഭാവമുണ്ട്. അവനെ എപ്പോഴും പിശാച് തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. പിശാചാന്ന് നമ്മൾ കാണൂല, വലിയൊരു നേതാവ്, വലിയൊരു ഷെയ്ഖ് ആയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ചുറ്റും ആളുകൾ ഇങ്ങനെ പരിവാരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടെ ഉണ്ടാകും, എപ്പോഴും കൂടെ ഉണ്ടാവും. എങ്ങനെ തവാഫ് ചെയ്യും? പിശാചുക്കൾ തവാഫ് ചെയ്യും. സാധാരണക്കാരായ മനുഷ്യരെങ്കിൽ വലിയ 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 ആൾക്കാരൊക്കെയാണ് പുള്ളിയുടെ കൂടെ, എപ്പോഴും തവാഫാണ്, എപ്പോഴും കൂടെയുണ്ട്. ഹദീസിലൂടെ കാണാം, പിശാചുക്കൾ അവനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കും. ആയുധധാരികളായ 70,000 ജൂതന്മാർ അവന്റെ പിന്നാലെ ഉണ്ടാകും. 70,000-ഓളം ജൂതന്മാർ അവന്റെ പിന്നാലെ ഉണ്ടാകും. കണ്ടോ, ജൂതന്റെ നേതാവായിട്ടാണ് ദജ്ജാൽ വരുന്നത്. അവന്റെ പൊക്കം കുറഞ്ഞ കൊള്ളനായിരിക്കും അവൻ. പൊക്കം ഉണ്ടാവൂല, പൊക്കം വളരെ കുറവാണ് അവന്. വലിയ തലയാണ്, ഹദീസിലൂടെ കാണാം. പൊക്കം കുറഞ്ഞയാൾക്ക് വലിയ തല കൂടിയാകുമ്പോൾ അത് തന്നെ ഒരു ഭീകര രൂപമാണ്. പൊക്കം വളരെ കുറഞ്ഞയാള്, വലിയ തല, മുടി ശക്തമായി ചുരുട്ടിക്കെട്ടിയിട്ടുണ്ടാകും. മുടി ശക്തിയായി ചുരുട്ടിക്കെട്ടിയിട്ടുണ്ടാകും. മുഖത്തിന്റെ വലത് ഭാഗം കണ്ണോ പുരുകമോ ഒന്നുമില്ലാത്ത തലയിൽ തടകി മാറ്റപ്പെട്ടതുപോലെ ആയിരിക്കും. വലത് പുരുകവുമില്ല, വലത് കണ്ണുമില്ല. മസീഹ് എന്ന് പറഞ്ഞാൽ തടവി മാറ്റുന്നതിന്റെ അർത്ഥം. മസീഹ് ദജ്ജാൽ തടവി മാറ്റപ്പെട്ട നിലയിൽ, പുരുകവും കണ്ണുമില്ലാതെ ഇങ്ങനെ വലത് ഭാഗം, നമ്മൾ കേട്ടിട്ടില്ല ഒറ്റക്കണ്ണനാന്ന്, അതാണ്. പുരുകവും ഇല്ല, വലത്തെ കണ്ണുമില്ല, അത് രണ്ടും ഇങ്ങനെ തടകി മാറ്റപ്പെട്ട നിലയിലായിരിക്കും. ഇടത് കണ്ണ് പച്ച ഗ്ലാസ് പോലെ കത്തിജ്വലിക്കും. പച്ച ഗ്ലാസ് പോലെ ഇടത് കണ്ണ്, ഒരു കണ്ണേ ഉള്ളൂ, അത് പച്ച ഗ്ലാസ് പോലെ, പളുങ്ക് പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കും. തീർന്നില്ല, 2 കണ്ണുകൾ ഉണ്ടാവേണ്ട അതിന്റെ മധ്യഭാഗത്തായി അൽ കാഫിർ, നന്ദി കെട്ടവൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ രൂപമാണ്. നെറ്റിത്തടത്തിലെ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർമ്മ വരികയാണ്. നാളെ ആഖിറത്തില് പലതരത്തിൽ ആളുകളെ ഹാജരാക്കും. ഒരു വിഭാഗം ആളുകളെ ഹാജരാക്കുമ്പോൾ അവരുടെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാവും. മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഏതാണെന്നറിയാമോ? കയ്യിൽ പൈസ വന്നിട്ട്, കയ്യിൽ കാശ് വന്നിട്ട്, ആരോഗ്യമുണ്ടായിട്ട് ഹജ്ജിന് പോകാത്തവർ. മനിസ്തതാഅ ഇലൈഹി സബീല, വഴിയാലും മുതലാലും തൻ്റെ കൈവശം പണവും ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ട് ആ നൽകിയ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാതെ പോയവൻ നന്ദി കെട്ടവനാണെന്ന് മാലോകരെ അറിയിക്കാൻ ആഖിറത്തിൽ അല്ലാഹു അവനെ ഹാജരാക്കുന്നത് കാഫിർ എന്ന് നെറ്റിയിൽ എഴുതിയ നിലയിലായിരിക്കുമെന്ന് മഹാന്മാരായ ആളുകൾ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ദജ്ജാലിന്റെ രൂപമാണ് അത്. ദുനിയാവിൽ ദജ്ജാലിനെ വിടുന്ന ഒരു രൂപമാണെന്നുകൂടി ഓർക്കണം. അപ്പൊ ദുനിയാവിൽ ദജ്ജാൽ വരുന്നത് കാഫിർ എന്ന് നെറ്റിയിൽ എഴുതിയ നിലയിലായിരിക്കും വരിക. പക്ഷെ അങ്ങനെയൊക്കെ വന്നാലും ഉണ്ടല്ലോ, അവന്റെ അത്ഭുതത്തിന് പിന്നാലെ ജനങ്ങൾ പരക്കം പായും. അത്ഭുതം കാണിക്കുമ്പോൾ ഇന്ന് അത്ഭുതങ്ങളുടെ കാലമാണ്. അത്ഭുതം കാണിക്കുന്നു അവരുടെ പിന്നാലെ കൂടും. ആരാണെങ്കിലും, അത് ക്രിസ്ത്യാനി ആണെങ്കിലും കൊള്ളാം, ഹൈന്ദവനാണെങ്കിലും കൊള്ളാം, മുസ്ലിം ആണെങ്കിലും കൊള്ളാം, മാജിക്കാരനാണെങ്കിലും കൊള്ളാം, അത്ഭുതം എവിടെയുണ്ടോ അവിടെ നമ്മളുണ്ട്. അതാണ് ഇന്നത്തെ ലോകം. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പരാതികളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ നീറുന്ന കാര്യങ്ങളുമൊക്കെ ഇറക്കി വെക്കാൻ അത്ഭുതം കാണിക്കുന്നവർക്ക് പിന്നാലെ പോകുന്നതാണ്. ഈമാൻ പോലും പണയം വെച്ച് അമ്പലനടയിൽ പോയി പ്രദക്ഷിണം ചെയ്ത് ചന്ദനം വാരി തേക്കുന്ന നിസ്കാരക്കാർ പോലും ഉണ്ട്. അല്ലാഹു അത്തരത്തുകാരിൽ ഒന്നും പെടുത്താതെ നമ്മളെ ഈമാനെ സംരക്ഷിക്കുമാറാവട്ടെ. വലിയ കാര്യമാണ്, ഗുരുതരമായ കാര്യമാണ്. അല്ലാഹു വെറുതെ ഒരു പണിയും ചെയ്യാതെ ഔദാര്യമായിട്ട് തന്ന ഈമാനായത്. വെറുതെ ഔദാര്യമായിട്ട് തന്ന ഈമാൻ. സഹാബാക്കളൊക്കെ ജീവിതം മുഴുവനും കൊടുത്ത് വെട്ടി കീറി, ജീവിതം മുഴുവനും രണാങ്കണത്തിൽ മുറിഞ്ഞു വീണ് മരിച്ച് അവർക്ക് കിട്ടിയ ഈമാൻ ഒരു പാടുമില്ലാതെ, ഒരധ്വാനമില്ലാതെ വെറുതെ നമുക്ക് തന്നതാണ്. ഇത് നശിപ്പിച്ച് കളയല്ലേ. ഇത് നശിപ്പിച്ച പോയി അതോടുകൂടി തീർന്നു. അള്ളാഹു നമ്മുടെ ഈമാനെ സംരക്ഷിച്ചു തരട്ടെ. മരണത്തിന്റെ സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. എൻ്റെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ,
ഇവൻ വന്ന് കുറെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഇവന്റെ ഫിത്തനയിൽ പെട്ടുപോവാതെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പടച്ചവനിൽ അഭയം തേടലല്ലാതെ ഇല്ല. അതുകൊണ്ടാണ് ഫാത്തിഹയിൽ ഒരു ദിവസം 17 പ്രാവശ്യം നമ്മൾ പറയുന്നത് ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. നിന്റെ കോപത്തിന് പാത്രമായവരുടെ വഴിയിലൂടെ എന്നെ നീ നടത്തല്ല റബ്ബേ, വഴി പിഴച്ചവരുടെ മാർഗത്തിലൂടെയും എന്നെ നീ നടത്തല്ല റബ്ബേ. ഏതാണ് വഴി പിഴച്ച മാർഗം, ഏതാണ് പിഴച്ച മാർഗം, ഏതാണ് കോപത്തിന്റെ മാർഗം? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫുഖഹാക്കൾ പറഞ്ഞു, അത് ജൂതനസാറാക്കളുടെ മാർഗമാകുന്നു. ഇവിടെ ജൂതന്മാരുടെ ഷർറിൽ നിന്ന് ഫാത്തിഹയിൽ ഒരു ദിവസം 17 പ്രാവശ്യം ഫർദ് നമസ്കാരത്തിൽ നാം അഭയം ചോദിച്ചിട്ട് എല്ലാ മുഅ്മിനീങ്ങളും ചേർന്നുകൊണ്ട് ആമീൻ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമസ്കാരം, ഒടുവിൽ നമസ്കാരം നിർത്തുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ ജൂതന്റെ നേതാവിന്റെ ഫിത്നയിൽ നിന്നും റബ്ബേ ഞങ്ങളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഇത് പറഞ്ഞിട്ടാ നിസ്കാരം നമ്മൾ അവസാനിപ്പിക്കണത്. അപ്പൊ നിസ്കാരത്തിൽ പോലും ഗൗരവത്തോടു കൂടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുക, ഇവന്റെ ജൂതനസാറാക്കളുടെ ഫിത്നയിൽ നിന്ന്, അതുപോലെ അവരുടെ നേതാവായ ദജ്ജാലിന്റെ ഫിത്നയിൽ പെട്ടുപോവാതെ നിങ്ങൾ ദുആ ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ്, ജൂതനസാറാക്കളുടെ ഷർറിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിൽ അഭയം തേടലല്ലാതെ മാർഗമില്ല. അതുകൊണ്ടാ പറഞ്ഞേ, ദജ്ജാൽ ആ സമയത്ത് വടിവാളും സർവായുധ സജ്ജരായ നിലയിൽ അവന്റെ പട്ടാളവും ഒക്കെ വരുമ്പോ വാളുകൊണ്ട് നേരിടാൻ കഴിയില്ല. മുസ്ലിങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആർക്കും അവനെ നേരിടാനുള്ള ബലമില്ല. പിന്നെയോ അതിന് നേരിടാൻ ദുആ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ദുആ ചെയ്യുകയാണ്, ഒമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് എന്നെ നീ കാത്തുകൊള്ളണേ പടച്ചവനെ എന്ന് നമ്മൾ ദുആ ചെയ്ത് നിസ്കാരം അവസാനിപ്പിക്കാം. അപ്പൊ ഇവിടെ അവൻ കാണിക്കുന്ന ഒരു അത്ഭുതത്തെ കുറിച്ച് പറയുന്നതറിയോ? അന്ന് നദിയിലൊന്നും വെള്ളം ഉണ്ടാവൂല, നദിയിൽ വെള്ളം ഉണ്ടാവട്ടെ എന്ന് പറയും. വെള്ളം ഇങ്ങനെ ഒഴുകും. ഇവൻ ചില്ലറക്കാരനല്ലല്ലോ, ഇത്രയും നാളായിട്ട് ഇവിടെ ദ്വായും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഒരു തുള്ളി വെള്ളം ആകാശത്തൊന്നുമില്ല, ഇവിടെ കുടിവെള്ളം കിട്ടാനില്ല. ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. കുടിവെള്ളം പോകും തോറും കുറഞ്ഞു വരികയാണ്. ഇന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ, ഇനി ഒരു 3-ാം ലോക യുദ്ധം നടക്കാനുണ്ടെങ്കിൽ അത് കുടിവെള്ളത്തിനായിരിക്കുമെന്നാണ് അവരുടെ നിഗമനം. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും കൊച്ചി പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ടാങ്കറിൽ വെള്ളമടിക്കുക. അതിന്റെ അർത്ഥം എന്താ? വെള്ളമുണ്ട്, പക്ഷെ തികയണില്ല, ആവശ്യത്തിന്. ഇതിങ്ങനെ കുറഞ്ഞേ വരുള്ളൂ, കുറഞ്ഞു വരും. അതിനെക്കുറിച്ചുള്ള ഹദീസുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അതിങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം പുഴയൊക്കെ വറ്റണ സമയത്താണ് ദജ്ജാൽ മൂപ്പൻ വരുന്നത്. അപ്പൊ അവന്റെ പിന്നാലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ടാകും, അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടായിരിക്കും അവൻ വരിക. പുഴയിൽ വെള്ളമില്ലല്ലോ, ശരി പുഴയിൽ വെള്ളം ഉണ്ടാവട്ടെ, പുഴ നിറഞ്ഞു കവിഞ്ഞു ഒഴുകും. ആരാ ഇത് കണ്ടിട്ട് ഈ ഫിത്നയിൽ പെട്ടുപോകാത്തത്? ഈ ഫിത്നയിൽ പെട്ടുപോകാത്ത ആരെങ്കിലും ഉണ്ടോ? ഉടനെ നാട്ടിൽ പോയി ചർച്ച ചെയ്തേ, വലിയൊരു ഷെയ്ഖ് വന്നു. ദജ്ജാലാന്ന് അറിയുന്നില്ലല്ലോ, ദജ്ജാലാന്ന് അറിയുന്നവർക്കറിയാം, അവർ പ്രതികരിക്കും. അറിയില്ല, നിങ്ങളിപ്പോ എന്ത് ദജ്ജാലാന്ന് പറഞ്ഞാലും മൂപ്പര് കാണിക്കുന്ന അത്ഭുതം നിങ്ങളുടെ ആൾക്കാർക്ക് കാണിക്കാൻ പറ്റുമോ? അതാ ചോദിക്കണേ. മൂപ്പര് ആരും ആയിക്കോട്ടെ, മൂപ്പര് കാണിക്കുന്ന അത്ഭുതം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളും കാണീര്. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ശക്തി ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അതനുസരിച്ച് ഈമാനിൽ അവർക്ക് കുറവുണ്ടാവും. ആ കുറവുള്ളവരാ ഈ വാദപതിയായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു തുള്ളി വെള്ളമില്ലാതെ ഭൂമി പിണ്ടുകീർത്തിക്കുന്നത്, പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകാനുള്ള അത്ഭുത സിദ്ധി ഒരാൾക്കുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റെന്ന് നിങ്ങൾ പറ എന്ന് പറഞ്ഞ് പിന്നെ വാദപ്രതിവാദമായി. അവന്റെ കൂടെ കുറെ ആൾ കൂടി കൂടും. വലിയ സംഘമായി. പിന്നെ അവൻ അത്ഭുതം കാണിക്കും. മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് നബിയുടെ ഈ ഹദീസൊക്കെ ഓർമ്മ വരുന്ന ആളുകൾ 5 നേരവും നിസ്കരിച്ച് ഒമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞ് അവന്റെ അടയാളങ്ങളും ഒക്കെ മനസ്സിൽ ഓർമ്മ വരുന്ന ആളുകൾ എന്ത് ചെയ്യും? ഇതൊന്നും നമ്മുടെ നടക്കൂല, ഈ പണിയൊന്നും ഇവിടെ ഓടൂല. നീ ദജ്ജാലാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് വിശ്വസിക്കാൻ എനിക്ക് പറ്റൂ. നിന്റെ ഈ അത്ഭുത സിദ്ധികൾ കൊണ്ടൊന്നും ഞാൻ പതറൂല. ഞാൻ പിന്നെ എന്ത് കാണിക്കണം നിന്റെ മുമ്പിൽ? നിന്റെ മരിച്ചുപോയ വാപ്പാനെ ഇവിടെ വരുത്തട്ടെ, ഹദീസിലൂടെ കാണാം. നിന്റെ മരിച്ചുപോയ ഉപ്പാനെ ഇവിടെ വരുത്തട്ടെ, എന്നാ ഒന്ന് കാണട്ടെ. നിന്റെ പേരെന്താ?
എൻ്റെ പേര് ജബ്ബാർ. വാപ്പാടെ പേരനാ? വാപ്പാടെ കരീമിന്റെ മകൻ ജബ്ബാർ. എഴുന്നേറ്റ് വരട്ടെ. എഴുന്നേറ്റ് വരും. സുബ്ഹാനല്ലാഹ്. ആരാ ഈ ഫിത്നയിൽ അകപ്പെട്ടു പോകാത്തത്? ഇത്രയും വലിയ അതല്ലേ റസൂല് പറഞ്ഞത്, നബിമാർ ഒരു നബിമാരും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കണമെന്ന് പറയാതെ പോയിട്ടില്ല. അത്ര വലിയ ഫിത്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഈ ഫിത്നയിൽ അകപ്പെട്ടു പോകും. അല്പമെങ്കിലും ഈമാൻ ഇല്ലാത്തവർ തീർച്ചയായും ഈ ഫിത്നയിൽ അകപ്പെട്ടു. വാപ്പ എഴുന്നിട്ട് എന്താണ് അവനെ കുറെ നാളായാലോ കണ്ടിട്ട്, അവൻ മുമ്പിൽ വന്നിങ്ങനെ വർത്താനം പറഞ്ഞ് സംസാരിച്ച് വീട്ടുവിശേഷം പെണ്ണെ കിട്ടിച്ചോ, കുറെ കടവും ബാധ്യതയൊക്കെ ആയില്ലേ, വർത്താനമൊക്കെ പറഞ്ഞ് അവൻ പോകുന്നതാണ്. ഇപ്പോൾ ആരാ വിശ്വസിക്കാതിരിക്കുക? വിശ്വസിച്ചു പോകും. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിസ്സാര കാര്യമല്ല, 5 വഖത്ത് നിസ്കാരത്തിലും അവന്റെ ഫിത്നയിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. ഇതാണ് നമ്മൾ നിസ്കാരത്തിൽ പറയണത്. അമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മഴയില്ലാത്ത സമയത്ത് ആ മഴ വർഷിപ്പിക്കും. കാറ്റടിച്ചു വീശുമ്പോൾ കാറ്റ് നിൽക്കട്ടെ എന്ന് പറയും, കാറ്റ് നിൽക്കും. സമുദ്രത്തിലെ വെള്ളം അവൻ താല്പര്യപ്പെടുന്നവരുടെ മുകളിലൂടെ നടക്കും. പല അത്ഭുതങ്ങളും കാണിക്കും. ഇതൊക്കെ കണ്ട് പാമര ജനങ്ങൾ അവന്റെ പിന്നാലെ കൂടും. ഒടുവിൽ അവന്റെ ഈമാൻ നശിപ്പിക്കും. ഈമാൻ നശിപ്പിച്ച് ഈമാനില്ലാത്ത ഒരു ജനതയിൽ അവസാനം അവൻ കയറാത്ത 2 സ്ഥലങ്ങളെ ഉണ്ടാകൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കയും മദീനയുമാണ്. മക്കയും മദീനയുമല്ലാത്ത സർവ്വ ഇടങ്ങളിലും, ഭൂമിയിൽ മനുഷ്യവാസമുള്ള സർവ്വ പ്രദേശങ്ങളിലും ദജ്ജാൽ കടന്നു ചെല്ലും. അതിനൊക്കെ ശേഷമേ ഈസാ നബി എത്തുള്ളൂ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ഖിയാമത്ത് നാളാകുമ്പോൾ ദീൻ മദീനയിലേക്ക് മടങ്ങും, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ എന്ന് മുഹമ്മദ് മുസ്തഫ. പാമ്പ് പുറത്തു വന്നാലും ഒടുവിൽ അതിന്റെ മാളത്തിലേക്ക് അത് പോകുന്നത് പോലെ ദീനിങ്ങനെ ഇറങ്ങി വന്നു. മദീനയിൽ നിന്ന് ഇറങ്ങി വന്നു, മദീനയിൽ നിന്ന് വ്യാപിച്ചു. അതിങ്ങനെ പടർന്ന് പന്തലിച്ചു. ഒടുവിൽ യർജിഉ ഇലൽ മദീന, ദീൻ മദീനത്തേക്ക് തന്നെ മടങ്ങും. മദീനത്തേക്ക് പുറത്ത് ദീനിന്റെ ഒരു പടി പോലും ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉള്ളവരിലാണ് ദജ്ജാൽ പിടികൂടുക. അല്പമെങ്കിലും ദീനുള്ളവർ നമുക്ക് മദീനത്തേക്ക് പോയി കളയാം എന്ന് പറഞ്ഞ് അവരൊക്കെ ഈ സമയത്ത് ഈമാനില്ലാത്തവർക്ക് മദീനത്ത് താമസിക്കാനും കഴിയൂല. മദീനയിൽ 3 ഭൂമികുലുക്കം ഉണ്ടാകുമെന്ന് ആ സമയത്ത്. മദീനത്ത് 3 ഭൂമികുലുക്കം ഉണ്ടാവും. ഈ 3 ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ ഈമാനില്ലാത്തവർ മദീനയ്ക്ക് പുറത്ത് ചാടും. അവനെ ആടിവൻ കയറി പിടിക്കുക. ഇന്ന് 5 കലക്കി പിടിക്കൂലോ, 5 കലക്കി മീൻ പിടിക്കൂലേ എന്ന് പറഞ്ഞതുപോലെ 3 ഭൂമികുലുക്കം മദീനയിലുണ്ടാവും. ഇനി മദീനത്ത് നിന്നിട്ട് കാര്യമില്ല, ഇവിടെയും കുലുക്കുവാണ്, എന്നാ പിന്നെ നമുക്ക് പുറത്തേക്ക് പൊക്കളയാം. പുറത്ത് പോകുമ്പോൾ അവനെ കയറി ഇവൻ വിഴുകും. അപ്പം പിന്നെ നമുക്ക് മദീനത്തേക്ക് തന്നെ പോയി കളയാം എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളൊക്കെ മദീനത്തേക്കും പോകും. ദീനൊക്കെ മദീനത്തുമാകും, മക്കയിലും ഒതുങ്ങും. ബാക്കിയുള്ളവരൊക്കെ പുറത്തു പോകും. അവന്മാരെ ഇവൻ പിടിച്ച് ഞെക്കുകയും ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ. അല്ലാഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും പൂർണ്ണ സംരക്ഷണം നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഇതാണ് ദജ്ജാൽ. ഈ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അഭയം ചോദിക്കാൻ 5 നേരത്തെ നിസ്കാരത്തിലൂടെ ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പം ഞാൻ എല്ലാ മുഅ്മിനീങ്ങൾക്കും ദുആ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യം ഞാൻ പടച്ചവനെ കേൾപ്പിച്ചിട്ടുണ്ട്. ദജ്ജാലിന്റെ ഫിത്നയിൽ പെടുത്തിയേക്കല്ലേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. എൻ്റെ പാപം, നിങ്ങളുടെ പാപം ഒക്കെ പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. എൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ഇടതു ഭാഗത്തിരിക്കുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇപ്പോൾ വലത്ത് ഇടത്തേക്കൊക്കെ സലാം വീട്ടുന്നവർക്കൊക്കെ പേടിയാ. വലത്തോട്ട് സലാം വീട്ടുമ്പോഴായിരിക്കും ഇവൻ്റെ എതിർ കക്ഷി വലതു ഭാഗത്തുണ്ടാവുന്നത്. ഇടത്തോട്ട് സലാം വീട്ടുമ്പം ഇവൻ വേറൊരു കക്ഷി സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വേറെ കക്ഷി എടുത്തിരിക്കുകയായിരിക്കും. പിന്നെ എങ്ങോട്ട് സലാം വീട്ടും? സലാം പറയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞ് പഠിപ്പിച്ചേക്കണേ. വലത്തോട്ട് വീട്ടിയാൽ അവിടെ ഇരിക്കുന്നു, ഇടത്തോട്ടും അവൻ നേരെ മുകളിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് മുകളിലേക്ക് സലാം വീട്ടാനും പറ്റാത്ത സാഹചര്യമാണ്. അള്ളാഹു നമ്മുടെ എല്ലാം മനസ്സിനെ ഒന്നിപ്പിക്കട്ടെ. ഇതിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഈമാൻ മാത്രമാണ് പോരിഷയുള്ള ഈമാനെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരെ നമ്മൾ മുശ്രിക്കാക്കാൻ നിൽക്കണ്ട, ആരെ നമ്മൾ മുനാഫിക്കാക്കാൻ നിൽക്കണ്ട, ആരെയും മുനാഫിക്കാക്കാൻ നിൽക്കണ്ട. അതൊക്കെ നമുക്ക് ആപത്തെ സമ്മാനിക്കും. ഞങ്ങൾ പറഞ്ഞു, ഒരാളെ മുനാഫിക്കെന്ന് വിളിച്ചാൽ, ഒരാളെ മുശ്രിക്കെന്ന് വിളിച്ചാൽ ആ വിളിക്കപ്പെടുന്ന വ്യക്തി, ഇപ്പം ഞാൻ ഒരു വ്യക്തിയെ മുശ്രിക്കെന്ന് വിളിച്ചു, അല്ലെങ്കിൽ കാഫറെന്ന് വിളിച്ചു, അല്ലെങ്കിൽ മുനാഫിക്കെന്ന് വിളിച്ചു,
ഞാൻ ആരെയാണോ വിളിക്കുന്ന വ്യക്തി ആ വ്യക്തി യഥാർത്ഥത്തിൽ മുശ്രിക്കല്ലെങ്കിൽ, അള്ളാഹുവിന് മുമ്പിൽ അത് മുനാഫിഖ് അല്ലെങ്കിൽ, കാഫിർ അല്ലെങ്കിൽ, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഇവൻ പറഞ്ഞ വാക്ക് അവനിലേക്ക് മടങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് ആരെയും നമ്മൾ കാഫിറാക്കണ്ട. അവരായി അവരുടെ പാടായി. നമ്മൾ നമ്മുടെ ഈമാൻ സംരക്ഷിക്കുക, നമ്മുടെ ഈമാൻ സംരക്ഷിക്കുക. അത് വെള്ളത്തിലായി പോവാതിരിക്കാൻ വേണ്ടി നോക്കുക. മരണസമയത്ത് അത് പറഞ്ഞ് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അതുകൊണ്ട് ഒരു വിഭാഗത്തെ നമ്മൾ അതിനൊക്കെ നേതൃത്വം, അതിനൊക്കെ ആളുകളൊക്കെ നമ്മൾ അതിനൊന്നും നിൽക്കേണ്ട. ഞാൻ ആത്മാർത്ഥമായി സ്റ്റേണായിട്ട് പറയാണ്, വളരെ ഗൗരവത്തോടു കൂടിയും പറയാം. ആരെയും പരിഹസിക്കാനും ആരെയും കുറ്റപ്പെടുത്താനും പറഞ്ഞ് നമ്മുടെ ഉള്ള ഇബാദത്തുകൾ ആർക്കും കൊടുത്തില്ലെങ്കിൽ തന്നെ രക്ഷപ്പെടുകയില്ല എന്നുള്ള കാര്യം അവതാളത്തിലാണ്. അപ്പോൾ ഇതൊക്കെ പിച്ചു കീറി മറ്റുള്ളവർക്കും കൊടുത്ത് അവസാനം ഇതൊക്കെ തീർന്നു കഴിയുമ്പം അവൻ ചെയ്ത അറാമ്പറപ്പിന്റെ ഷെറും ആ ഫിത്തനയുടെയും ആ കുഴപ്പത്തിന്റെയും ആ തിന്മയും കൂടി നമ്മുടെ ഏടിലേക്ക് തൂക്കിയിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അങ്ങനെയാണല്ലോ ആഖിറത്തിൽ ഉണ്ടാവുക. നന്മകൾ നമ്മുടെ കൊടുക്കും പരാതിക്കാർക്ക്, നന്മകളൊക്കെ തീർന്നു കഴിയുമ്പോഴും പിന്നെയും പരാതിക്കാർ കിടക്കുക. അപ്പം ഞങ്ങളുടെ കാര്യം പരിഹാരമുണ്ട്. നിങ്ങൾ അന്ന് ഇന്ന തെറ്റ് ചെയ്തില്ലേ, അതും കൂടെ എടുത്തോ, അതെടുത്ത് ഇവരുടെ തലയിലേക്ക് കൊടുക്കും. കാരണം ഇവന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കാൻ നന്മയില്ല. അപ്പൊ പിന്നെ അവരുടെ പരിഹാരം കാണണ്ടേ? വേറൊരു ഗേഹം ഇല്ല. 100% നീതി കിട്ടുന്ന ഒരു സ്ഥലമാണ് ആഖിറം. അവിടെ അള്ളാഹുടെ മുമ്പിൽ നീതി കിട്ടിയപ്പോൾ എവിടെ നീതി കിട്ടാനാ? അപ്പം നന്മകളൊക്കെ തീർന്നു കഴിയുമ്പോൾ നീ ചെയ്ത ഇന്ന തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് മൂപ്പർക്ക് കൊടുക്കാം. അങ്ങനെ നിന്റെ പാപഭാരം കുറച്ച് തരാം. നന്മ കൂടാൻ കഴിയില്ല, അവന്റെ കയ്യിൽ തരാനില്ല. അപ്പൊ പാപഭാരം കുറച്ച് തരാം എന്ന് പറഞ്ഞ് പാപഭാരം കുറയ്ക്കലായിരിക്കും. ഞങ്ങൾ പറഞ്ഞു മനൽ മുഫ്ലിസ്, ആരാണ് പരലോകത്ത് ഏറ്റവും പാവപ്പെട്ടവനെന്ന് അറിയാവോ? അറിയില്ല നബി, ആരാ? ഞങ്ങൾ വിചാരിക്കുന്നത് ദീനാറുകളും ദിർഹങ്ങളും ഇല്ലാത്തവർ അല്ല. അവരല്ല യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർ. പാവപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വലിയ ഇബാദത്തുകളുമായി സ്വർഗത്തിലേക്ക് ഇപ്പൊ കടക്കാന്ന് വിചാരിച്ച് വരും. നീണ്ട പരാതിക്കാർ 2 വശത്തുമായിട്ട് നിൽക്കും. ഞങ്ങളുടെ പരാതി സ്വീകരിക്കണമെന്ന് പടച്ചവന് മുമ്പിൽ അവർ അഭ്യർത്ഥിക്കും. ഓരോരുത്തരുടെ പരാതി അനുസരിച്ച് എടുത്ത് കൊടുത്ത് ഇവൻ പർവ്വത സമാനം ഇബാദത്തുകളുമായി സ്വർഗത്തിലേക്ക് ഇപ്പൊ കടന്നു കളയാമെന്ന് വിചാരിച്ച് വന്ന വ്യക്തിയുടെ ഇബാദത്തിന്റെ പട്ടിക ശൂന്യം, ഒന്നും ഉണ്ടാവില്ല. അവസാനം തീർന്നു കഴിഞ്ഞ് പിന്നെയും പരാതിക്കാർ കിടക്കുകയായിരിക്കും. അവരുടെ തിന്മകളെടുത്ത് ഇവന്റെ തലയിൽ ചാർത്തും. എന്നിട്ട് നന്മകളുമായി സ്വർഗത്തിലേക്ക് പോകാൻ വന്ന വ്യക്തി തിന്മകളുമായി നരകത്തിലേക്ക് പോകേണ്ടി വരും. ഇവനെ പോലെ പാവപ്പെട്ടവൻ വേറെയുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ഇബാദത്തുകളൊക്കെ വലിയ ഇബാദത്തുകാരൊന്നും ആയില്ലെങ്കിലും, വലിയ ഇബാദത്തുകാരൊന്നും നമ്മളായില്ലെങ്കിലും ചെയ്യുന്ന ഇബാദത്തുകൾ ആർക്കും കൊടുക്കാതിരിക്കുക. ചെയ്യുന്ന ഇബാദത്തുകൾ ആർക്കും കൊടുക്കാതിരിക്കുക. അത് പിടിച്ചു നിർത്താൻ, മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോവാതെ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുക. അതാണ് എനിക്കിപ്പോൾ ഈ അവസാന നസീഹത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ തഖ്വ മുറുകെ പിടിക്കുക. പരിശുദ്ധ റമദാനാണ്. റമദാനിൽ നമ്മൾ നേടിയ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ, നല്ല കൂട്ടുകെട്ട്, നല്ല ബന്ധങ്ങൾ അതൊക്കെ നിലനിർത്തുക. റമദാൻ ഒരു ഐശ്വര്യമുള്ള മാസമാണ്. ഈ റമദാനിൽ നമുക്ക് ഇബാദത്തിന് സഹായകമാകുന്ന ബന്ധങ്ങൾ പലർക്കും പലതരത്തിലുണ്ടായിട്ടുണ്ടാവും. ഇബാദത്തിന് തടസ്സം, പള്ളിയിൽ വരുമ്പോൾ പോകാം എന്ന് പറഞ്ഞൊരു കോൾ ചെയ്യുന്ന ബന്ധം, അതൊരു ബന്ധമാണ്. ദുനിയാവിന്റെ വേണ്ടിയുള്ള കോളിംഗ് അല്ലത്, അത് ആഖിറം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു ബന്ധമാണ്, ഒരു ഫോൺ കോളാണ്. അങ്ങനെ നമുക്ക് ആഖിറം സമ്പാദിക്കാൻ വേണ്ടി റമദാനിൽ ചില കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും ബന്ധങ്ങളെയും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് നശിച്ചു പോകാതെ ആ ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടു പോവുക. അതാണ് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം. അല്ലാഹു തആല പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ഒരു സ്വാലിഹായ അമലായി, ഇബാദത്തായി അല്ലാഹു നമ്മിൽ നിന്നും കബൂലാക്കും.